കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ തീപ്പൊരി പ്രസംഗവും പിന്നാലെ മണിപ്പൂർ വിഷയത്തിൽ ഒരു വർഷമായി തുടരുന്ന മൗനം വെടിഞ്ഞ് ആദ്യമായി വാതുറന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗവും ജനം കണ്ടു. ഇതിൽ രാഹുലിന്റെ പ്രസംഗം ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും മാത്രമല്ല, പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പരിപാടികൾ ഔദ്യോഗികമായി സംപ്രേഷണം ചെയ്യുന്ന സൻസദ് ടിവിയുടെ യൂട്യൂബ് ചാനലിലും വമ്പൻ ഹിറ്റാണ്. 1 മണിക്കൂറും 42 മിനിറ്റും നീണ്ട വീഡിയോ 2 ദിവസം കൊണ്ട് 8 ലക്ഷത്തിലധികം പേരാണ് കണ്ടത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 1 മണിക്കൂറിലധികം നീളുന്ന 2 വീഡിയോകളും കൂടി ഇതുവരെ കണ്ടത് 1 ലക്ഷത്തോളം പേർ മാത്രം. കഴിഞ്ഞ ദിവസത്തെ ലോക്സഭാ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ടത് ഉത്തർപ്രദേശിലെ നാഗിന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഭീം ആർമി നേതാവും സാമൂഹിക പ്രവർത്തകനുമായ ചന്ദ്രശേഖർ ആസാദിൻ്റെതാണ്. 8 മിനിറ്റോളമുള്ള പ്രസംഗത്തിന്റെ വീഡിയോ ഇതുവരെ 8.5 ലക്ഷത്തിലധികം പേരാണ് കണ്ടത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പ്രസംഗത്തിന് 4 ലക്ഷത്തിലേറെ പേരും, മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പി അൻഗോജ ബിമോലിന്റെ പ്രസംഗത്തിന് 1.25 ലക്ഷത്തിലേറെ പേരും, അസദുദ്ദീൻ ഉവൈസിയുടെ പ്രസംഗത്തിന് 80,000-ലേറെയും, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ പ്രസംഗത്തിന് 50,000-ലധികവും, BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് താക്കൂറിന്റെ പ്രസംഗത്തിന് ഇതുവരെ 70,000-വും കാഴ്ചക്കാരായി. അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് BJPയെ കെട്ടുകെട്ടിച്ച് വിജയം പിടിച്ച SP-യിലെ അവധേഷ് പ്രസാദിന്റെ പ്രസംഗം 30,000-ഓളം പേർ സൻസദ് TV യൂട്യൂബ് ചാനലിൽ കണ്ടു. BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളും വ്യാപകമായി ഏറ്റെടുത്തിരുന്നു. മോദി സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുലിന്റെ ലോക്സഭയിലെ ആദ്യ പ്രസംഗം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും മണിപ്പൂർ സംഘർഷവും കർഷക സമരം, നീറ്റ്, അഗ്നിപഥ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയുമായിരുന്നു രാഹുൽ കത്തിക്കയറിയത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ള ഭരണപക്ഷ നേതാക്കൾ നിരന്തരം ഇടപെട്ട് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. രാഹുലിന്റെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ചെയ്തു. എന്നാൽ ഒട്ടും പതറാതെ രാഹുൽ പ്രസംഗം തുടർന്നു. നന്ദിപ്രമേയ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കും BJPക്കും RSSനുമെതിരെ രൂക്ഷമായി പ്രസംഗിച്ചത്. BJP ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണെന്നും വെറുപ്പ് പടർത്തുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതോടെ രാഹുൽ ഹിന്ദുക്കളെ അവഹേളിക്കുകയാണെന്ന വാദവുമായി BJP മോദിയും രംഗത്തെത്തി. രാഹുൽ മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവശ്യപ്പെട്ടു. എന്നാൽ നരേന്ദ്രമോദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ ഹിന്ദു സമൂഹത്തെ അല്ല, BJP RSS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും മുഴുവൻ ഹിന്ദു സമൂഹത്തെ അല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ന്യൂനപക്ഷങ്ങൾ ഭയത്തിലാണ്, അവർ ദേശഭക്തരാണെന്നും രാഹുൽ പറഞ്ഞു. ഭരണഘടനയെ സംരക്ഷിക്കാനാണ് നമ്മൾ നിലകൊള്ളുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഭരണഘടനയ്ക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു. BJP അംഗങ്ങൾ ഭരണഘടനയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിൽ സന്തോഷമുണ്ടെന്നും രാഹുൽ പരിഹസിച്ചു. രാഹുലിന്റെ പ്രസംഗത്തിനെതിരായ BJP പ്രതിഷേധം ശക്തമായതോടെ അതിലെ ഹിന്ദു പരാമർശം ഉൾപ്പെടെ സഭാരേഖകളിൽ നിന്ന് നീക്കിയിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, അഗ്നിവീർ എന്നിവയെക്കുറിച്ച് പറഞ്ഞതും നീറ്റ് കച്ചവടമാക്കി നോട്ട് നിരോധനം അദാനിക്കും അംബാനിക്കും വേണ്ടിയായിരുന്നു എന്ന പരാമർശങ്ങളും നീക്കി. അതേസമയം മണിപ്പൂരിൽ സംഘർഷം അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് സാധ്യമായതെല്ലാം ചെയ്തെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാദം. മണിപ്പൂർ ചെറിയ സംസ്ഥാനമാണ്. സംഘർഷത്തിൽ 11,000 FIR രജിസ്റ്റർ ചെയ്തെന്നും മോദി അവകാശപ്പെട്ടു. 5,000-ഓളം പേരെ അറസ്റ്റ് ചെയ്തെന്നും രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടി പറയവേ മോദി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി പലതവണ മണിപ്പൂർ സന്ദർശിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മണിപ്പൂർ ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വന്നെന്നും മോദി പറഞ്ഞു. അവിടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായെന്നും മോദി അഭിപ്രായപ്പെട്ടു.